കഴിഞ്ഞ ദിവസം ISL താരങ്ങളുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ ഒരു പോസ്റ്റ് വന്നു. അതിങ്ങനെയായിരുന്നു: ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കളിക്കുന്ന ഞങ്ങൾ ഒരുമിച്ച് ഒരു അഭ്യർത്ഥന നടത്തുകയാണ്. ഞങ്ങൾ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് എല്ലാമായ ഞങ്ങളുടെ കുടുംബത്തിനും ആരാധകർക്കും മുന്നിൽ ഞങ്ങളുടെ ദേഷ്യവും ദുഃഖവും എല്ലാം ഇപ്പോൾ നിരാശയായി മാറിയിരിക്കുകയാണ്. ഇന്ത്യൻ ഇതിഹാസം സുനിൽ ഛേത്രി, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണ, ഇന്ത്യയുടെ പ്രതിരോധ താരം സന്ദേശ് ജിങ്കൻ, ഇന്ത്യൻ ടീമിലേക്ക് എത്തിയ റയാൻ വില്യംസ് എന്നിങ്ങനെ നീളുന്നു ആ പോസ്റ്റ് ഇട്ടവരുടെ പേരുകൾ. ലീഗിന്റെ പ്രതിസന്ധിയിൽ താരങ്ങൾ തന്നെ രംഗത്ത് വരിക എന്ന് പറയുമ്പോൾ അത് ആ പ്രതിസന്ധിയുടെ ആഴമാണ് വിളിച്ചു പറയുന്നത്. എന്തൊരവസ്ഥയാണല്ലേ! ഏഷ്യ കപ്പിലേക്കും ലോകകപ്പിലേക്കും എല്ലാം ഇന്ത്യൻ ടീം യോഗ്യത നേടുന്ന വാർത്ത കേൾക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആരാധകർക്ക് മുന്നിലേക്ക് എത്തുന്നത് തികച്ചും നിരാശപ്പെടുത്തുന്ന വാർത്തകൾ മാത്രം. എന്നാൽ യോഗ്യത വേണ്ട, ഞങ്ങൾക്ക് നല്ലൊരു മത്സരം കണ്ടാൽ മതി എന്ന് വരെയായി ആരാധകപക്ഷം. ഫിഫ റാങ്കിംഗ് പട്ടികയിൽ ഇന്ത്യക്കും താഴെയുള്ള ടീമുകളോട് വരെ സമനിലയും പരാജയവും. അങ്ങനെ വരുമ്പോൾ നല്ലൊരു മത്സരത്തിൽ കൂടുതൽ ആരാധകർ എന്താഗ്രഹിക്കാൻ? പറയുമ്പോൾ ഇന്ത്യയിലെ 1-ാം ഡിവിഷൻ ഫുട്ബോൾ ടൂർണമെന്റ് ഒക്കെയാണ്. എന്നാൽ ലീഗ് നടത്താൻ ആളില്ല. ഡിസംബറിൽ ISL തുടങ്ങാനാകും എന്നൊരു ഉറപ്പ് ക്ലബ്ബുകൾക്ക് ലഭിച്ചതുകൊണ്ടായിരുന്നു വിദേശ താരങ്ങളെ അടക്കം സൈൻ ചെയ്ത് ഇന്ത്യൻ സൂപ്പർ ലീഗിന് മുന്നോടിയായുള്ള സൂപ്പർ കപ്പിനായി ക്ലബ്ബുകൾ തയ്യാറെടുത്തത്. എന്നാൽ ISL കൊമേഴ്ഷ്യൽ റൈറ്റ്സ് ടെൻഡറിൽ ആരും അപേക്ഷ നൽകാതായതോടെ ലീഗിന്റെ നടത്തിപ്പ് തന്നെ പ്രതിസന്ധിയിലുമായി. അതിനു പിന്നാലെ കേരള ബ്ലാസ്റ്റേഴ്സ് അടക്കമുള്ള ക്ലബ്ബുകൾ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചതായും അറിയിച്ചു. ഇതിനിടയിൽ ഇന്ത്യൻ ഫുട്ബോളിനെ BCCI ഏറ്റെടുക്കണമെന്ന അഭ്യർത്ഥനയുമായി ഈസ്റ്റ് ബംഗാളും രംഗത്ത് വന്നു. കളി നിലവാരം ഉയർത്തുക, നല്ല മത്സര അന്തരീക്ഷം സൃഷ്ടിക്കുക, ഭാവി താരങ്ങളെ ഉയർത്തിക്കൊണ്ടുവരിക എന്നെല്ലാമുള്ള ഉദ്ദേശത്തോടെ ആരംഭിച്ചതാണ് ഇന്ത്യൻ സൂപ്പർ ലീഗ്. പക്ഷേ എല്ലാത്തിനും ഒടുവിൽ കണ്ടത് വിരമിച്ച ഇന്ത്യൻ ഇതിഹാസം സുനിൽ ഛേത്രിയെ മത്സരങ്ങൾക്കായി കളിക്കളത്തിലേക്ക് തിരിച്ചു വിളിക്കുന്നതും. കൂടാതെ ഓസ്ട്രേലിയൻ പ്ലെയറും ISL ക്ലബ്ബായ ബംഗളൂരു FCയുടെ വിദേശ താരം എന്നൊക്കെ നാം വിളിച്ചിരുന്ന റയാൻ വില്യംസിനെ ഇന്ത്യൻ തട്ടകത്തിലേക്കും എത്തിച്ചു. ഒരു ലീഗിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഈ സംഭവ വികാസങ്ങളിൽ വലിയ വിമർശനങ്ങളാണ് ആരാധകരുടെ ഭാഗത്തു നിന്ന് ഉയരുന്നത്. സേവ് ഇന്ത്യൻ ഫുട്ബോൾ എന്ന പേരിൽ ഹാഷ്ടാഗ് ക്യാമ്പയിനും നടക്കുകയാണ് ഇപ്പോൾ. ഇന്ത്യൻ സൂപ്പർ ലീഗിന് ഫൈനൽ വിസിൽ മുഴങ്ങുമോ അതോ 12-ാം സീസൺ നടത്തുമോ എന്നെല്ലാം ഇനി കാത്തിരുന്നു തന്നെ കാണണം.